യച്ചുമുക്കുട്ടി എഴുത്തുകാരി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. യച്ചുമുക്കുട്ടി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് യഥാർത്ഥത്തിൽ ആ ബസ്സിൽ നടന്നതെന്ന് പുറം ലോകത്ത് ആർക്കും അറിയില്ല. ആ ബസ്സിലുണ്ടായിരുന്ന ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ, അവർ നേരിട്ട് കണ്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക്. ഈ പെൺകുട്ടി ആദ്യം ഒരു വീഡിയോ ഇടുന്നു, രണ്ടാമത് ഒരു വീഡിയോ ഇടുന്നു, പിന്നീട് ഇത് ആത്മഹത്യ സംഭവിച്ചതിന് ശേഷം ഒരു വിശദീകരണം വരുന്നു. അതിനപ്പുറം ആ അക്കൗണ്ട് ഇപ്പോൾ പൂട്ടിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അവരുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. നമ്മൾ ചർച്ചകൾക്ക് വേണ്ടി ശ്രമിച്ചു നോക്കിയതാണ്, ആരെയും കിട്ടുന്നില്ല. സ്ത്രീപക്ഷം ഉയർത്തി ഈ വിഷയങ്ങളിലൊക്കെ വളരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള സ്ത്രീകൾ പോലും ഈ വിഷയത്തിൽ ആ യുവതിയെ തള്ളിപ്പറയുന്നതാണ് കണ്ടത്. പക്ഷെ അവിടെ വ്യത്യസ്ത സ്വരമാണ് താങ്കൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ആ യുവതിയെ അനുകൂലിക്കുകയായിരുന്നു. എന്താണ് ആ യുവതിയെ അനുകൂലിക്കാൻ താങ്കൾ കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ? പ്രത്യേകിച്ച് അങ്ങനെ ഒരു ന്യായീകരണം എന്നല്ല ഞാൻ പറയുന്നത് ആ വീഡിയോ കണ്ടപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഉരസൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ ആ ഉരസൽ കണ്ടുവോ എന്ന് നോക്കുന്ന ആ ഒരു മനുഷ്യനെയും ശരിക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതെനിക്ക് മാത്രമല്ല, വേറെയും ഒരുപാട് പേർക്ക് ആ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു, അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന് സംശയലേശമന്യേ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കൊണ്ടുള്ള അപമാനം സഹിക്കാൻ പറ്റാതെ അയാള് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന അതൊരു സംശയലേശമന്യേ അങ്ങനെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാത്രമേ ഇപ്പോൾ നടക്കുന്ന ഈ ബഹളങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു അടിസ്ഥാനമുള്ളൂ. എന്ത് കാരണം കൊണ്ടാണ് ദീപക് ആത്മഹത്യ ചെയ്തത് എന്ന് ആർക്കും വ്യക്തമായിട്ട് അറിയില്ല. പിന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ നഷ്ടപ്പെട്ടു പോയ സങ്കടം അയാളുടെ അടുത്ത ആളുകൾക്ക് എന്തായാലും ഉണ്ടാകണം. അപ്പോൾ അയാൾക്ക് ഒരുപാട് മഹത്വങ്ങളും ഉണ്ടാകും. അയാൾ ഉണ്ടായില്ലെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു എന്നൊക്കെയുള്ള സങ്കടങ്ങളും അത്തരം കാര്യങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ തന്നെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പെൺകുട്ടി മാത്രമല്ല, ആ പെൺകുട്ടിയെ അനുകൂലിക്കുന്ന ആരായാലും അവരെയൊക്കെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന പ്രവണതയാണ്. അതായത് ഇനി ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യരുത്, അതായത് തെളിവ് ഉണ്ടാക്കുകയോ ആ തെളിവ് ഇങ്ങനെ പുറത്ത് വിടുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. തീർച്ചയായും യച്ചുമുക്കുട്ടി, ഇത് ആ രീതിയിൽ നടക്കുന്ന പ്രചരണം ഒരു ഭാഗത്തുണ്ട്, അത് ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ഉൾപ്പെടെയുള്ളവർ നമ്മളുടെ ഈ പാനലിലുണ്ട്. ഒരു പക്ഷേ ദീപകിന്റെ ബന്ധുക്കൾ മറ്റുള്ളവരൊക്കെ കാണുന്ന ഒരു ചർച്ച കൂടിയാണല്ലോ. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം, ഇതിനെ ദുരുപയോഗം ചെയ്യുന്നവരിലേക്ക് വരാം. അതിനു മുൻപ് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു സംഭവം, ഒരു ദുരനുഭവം ബസ്സിനകത്തുണ്ടായാൽ എന്തായിരിക്കും ഫസ്റ്റ് റെസ്പോൺസ്? ഒരാളുടെ ഫസ്റ്റ് റെസ്പോൺസ് ആദ്യം അതിനെ നമ്മൾ ഒന്ന് വാൺ ചെയ്യാൻ ശ്രമിക്കും. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ ഒരു സേഫ് സോണിലേക്ക് മാറുകയോ അല്ലെങ്കിൽ അത് ഇഷ്യൂ ആക്കുകയോ അല്ലെങ്കിൽ കണ്ടക്ടറെ അറിയിക്കുകയോ ഇടപെടൽ നടത്തുകയോ അയാളെ ആദ്യം അവിടെ തിരുത്താനുള്ളൊരു ശ്രമം നടക്കും. അതല്ല എങ്കിൽ നമ്മൾ അത് പരാതിപ്പെടും. അങ്ങനെയൊക്കെയാണല്ലോ സാധാരണ നിലയിൽ ഇതിൽ ഇടപെടലുകൾ നടത്തേണ്ടത്, അങ്ങനെയാണ് നടത്തേണ്ടതും. അതിനപ്പുറം അവിടെ വെച്ച് അതിനൊരു തെളിവുണ്ടാക്കി അത് വീട്ടിൽ കൊണ്ടുവന്ന് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ച് അല്ലല്ലോ അതിനെതിരെ അവയർനെസ് ഉണ്ടാക്കേണ്ടതും അതിനെതിരെ പ്രതികരിക്കേണ്ടതും. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഈ പെൺകുട്ടി കാണിച്ചിട്ടില്ലേ യഥാർത്ഥത്തിൽ? ഈ പെൺകുട്ടി അങ്ങനെ ഒരു കാര്യം കാണിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് സമൂഹ മാധ്യമത്തിൽ പുറത്തുവിട്ടത് ശരിയായി എന്നുള്ളൊരു അഭിപ്രായം എനിക്കും ഇല്ല. പക്ഷെ എന്നാലും നമ്മുടെ കേസുകളൊക്കെ പോകുന്ന കാര്യം, ഇത് പരാതി കൊടുത്താൽ തന്നെയും ആദ്യം തെളിവായിരിക്കുമല്ലോ ചോദിക്കുക. അതുകൊണ്ടായിരിക്കും തെളിവ് ഉണ്ടാക്കിയത്.
പിന്നെ ആ പരാതി മുമ്പോട്ട് കൊണ്ടുപോകാതെ സമൂഹ മാധ്യമത്തില് വെക്കുകയാണ് ചെയ്തത് എന്നുള്ള ഇല്ല ഞാൻ ഇടപെടുന്നതിൽ ഒന്ന് ക്ഷമിക്കുക. നോക്കൂ, ആ പെൺകുട്ടി ആദ്യ വിശദീകരണത്തിൽ പറയുന്നുണ്ട് എന്നെ അല്ല മറ്റൊരു സ്ത്രീയെ ഉപദ്രവിക്കുകയായിരുന്നു അയാൾ. അത് കണ്ടിട്ടാണ് ഞാൻ ഇതിന്റെ വീഡിയോ എടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോ എനിക്കെതിരെയും ഈ രീതിയിലുള്ള സമീപനം ഉണ്ടായി. അപ്പോൾ ഞാൻ അത് വീഡിയോയിൽ പെടുത്തു. നോക്കൂ, മറ്റൊരു സ്ത്രീക്ക് കൂടി ഈ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് പ്രതികരിച്ചാൽ ആ സ്ത്രീ അതിന് എതിരെ വരും. അപ്പോൾ തന്നെ അതിലൊരു ഇടപെടൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇവരൊറ്റയ്ക്കല്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതായിരുന്നു ഫസ്റ്റ് റെസ്പോൺസായി അവരുടെ ഭാഗത്തു നിന്ന് വരേണ്ടിയിരുന്നത്. ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇടപെടലാണ് അവർ നടത്തിയതെങ്കിൽ, മറ്റൊരു സ്ത്രീ ഉപദ്രവിക്കപ്പെടുന്നത് കാണുമ്പോഴുള്ള യഥാർത്ഥ ഇടപെടലാണെങ്കിൽ പോലും. അത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നത് കണ്ടു, അതുകൊണ്ടാണ് ഇത് അവര് വീഡിയോ എടുക്കാൻ പോയത് എന്നവര് പറയുന്നതിൽ തന്നെയാണ് കാര്യം. നമ്മൾ അങ്ങനെ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് മറ്റൊരു സ്ത്രീ പ്രതികരിക്കുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ ഉണ്ടോ? നമ്മുടെ നാട്ടിൽ ഇല്ല. ഏതെങ്കിലും ഒരു സ്ത്രീ എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് പ്രതികരിക്കുകയാണെങ്കിൽ പോലും എല്ലാ സ്ത്രീകളും അപ്പൊ തന്നെ അത് സാരില്ല, പോട്ടെ, അത് മൈൻഡ് ആക്കണ്ട, ഒച്ച ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് അതിനെ ഹഷപ്പ് ചെയ്യാൻ. അങ്ങനെയൊന്നുമില്ല. നോക്കൂ, ദിലീപിന്റെ സിനിമ ഒരു ബസ്സിൽ പ്രദർശിപ്പിച്ചപ്പോൾ തന്നെ അതിനെതിരെ പ്രതികരിച്ച സ്ത്രീകളുള്ള നാടാണ് നമ്മളുടേത്. അത് ഒരു പൊതുസമൂഹത്തിൽ ഒരു പൊതു ബസ്സിൽ ആ സിനിമ പറ്റില്ല എന്ന് പറഞ്ഞ സ്ത്രീകളുള്ള നാടാണ്. അതിപ്പോ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നാൽ ഇടപെടില്ല എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെയൊക്കെ ഇടപെട്ടിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബസ്സിൽ തന്നെ പ്രതികരിച്ച് ഇടപെടുന്നത് പറഞ്ഞോളൂ. വളരെ കുറവാണ്. വളരെ കുറവാണ്. അത് ഒരു കോൺഫിഡൻസിൽ ഒരു സ്ത്രീ ഒരു കോൺഫിഡൻസില് ഒരു സ്ത്രീക്ക് അങ്ങനെ ചെയ്യാൻ ധൈര്യം വരില്ല. അതായത് ഞാൻ പ്രതികരിച്ചാൽ എന്റെ കൂടെ ആരെങ്കിലും നിൽക്കും എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഉണ്ടാകും. ഇല്ല, ഓക്കെ, അത് ശരിയാണ്. ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആയാൽ പോലും ഒരു പക്ഷേ അവരെ പിന്തിരിപ്പിക്കാനായിരിക്കും ശ്രമിക്കുക. പിന്തിരിപ്പിച്ച് ആരെ അറിയണ്ട, ആരെ അറിയിക്കേണ്ട, സഹിച്ചോളൂ, പെൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന മാതാപിതാക്കൾ തന്നെ ഒരു പക്ഷെ ഉണ്ടാകും. പക്ഷേ ഇതാ എച്ച്മിക്കുട്ടി നോക്കൂ, ഈ പെൺകുട്ടി സ്മാർട്ടാണ്, അവർ പ്രതികരണ ശേഷി ഉള്ളതാണ്. അവരുടെ ഈ സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം അതിൽ ആ രീതിയിൽ സ്മാർട്ട് ആയതുകൊണ്ട് തന്നെയാണല്ലോ അവർ ഇതിനോട് ഈ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നതും. ഇപ്പോൾ പോലും സംഭവിച്ചതിൽ അവർക്ക് യാതൊരു ഇതുമില്ല, അവർ തിരുത്തി പറയാൻ തയ്യാറായിട്ടില്ല. അത് സംഭവിച്ചത് തന്നെയാണ് എന്നതാണ് നിലപാട്. അത്രമാത്രം ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ആദ്യം പ്രതികരിക്കേണ്ടിയിരുന്നത് അവിടെയാണ് ഒരു സംശയം ഉയരുന്നത്. എച്ച്മിക്കുട്ടി നോക്കൂ, ഏതെങ്കിലും തരത്തിൽ അവരുടെ സമൂഹ മാധ്യമത്തിന് അറ്റൻഷൻ കിട്ടാൻ, റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രവൃത്തിയെങ്കിൽ അത് വല്ലാത്ത ഒരു ദ്രോഹമല്ലേ ആ മനുഷ്യനോട് ചെയ്തത് എന്നൊരു ചോദ്യം ഉയരുന്നതും പൊതുസമൂഹം ആ രീതിയിൽ പ്രതികരിക്കുന്നതും അതുകൊണ്ടാണ്. ഞങ്ങൾക്ക് അച്ഛനുണ്ട്, അമ്മയും സഹോദരനുണ്ട് എന്നൊക്കെ ഓരോരുത്തരും ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമല്ല, അത് ആ കുട്ടി റീച്ച് ഉണ്ടാവാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ളതിന് ആ പെൺകുട്ടിയുടെ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാല് തീരെ റീച്ച് കിട്ടാൻ സാധ്യതയില്ലാത്ത ആകപ്പാടെ 10-26 റീലുകളോ മറ്റോ ആണ് അതിൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു അക്കൗണ്ടിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത് സാധാരണ പോലെയുള്ള ഒരു വാദമാണ്. അതായത് പെൺകുട്ടികൾ പ്രതികരിക്കുന്നത് ഈ പറഞ്ഞ മാതിരി അറ്റൻഷൻ കിട്ടാനാണ്, അവരെ ആളുകൾ തിരിച്ചറിയാനാണ്. അങ്ങനെയൊക്കെയുള്ള കുറെ ന്യായങ്ങൾ നമ്മുടെ സമൂഹം എപ്പോഴും ഉന്നയിക്കാറുണ്ട്. ആ ന്യായം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരാള് പോലും ചർച്ച ചെയ്യുന്നില്ല, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ള കണ്ണോടുകൂടി അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. പക്ഷെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, ആ കുട്ടിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് ആലോചിച്ചാല് അത് കൃത്യമായിട്ട് കാണാനും കഴിയും. അപ്പൊ അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. അതായത് പരാതിപ്പെടുന്ന ആളുടെ, പ്രശ്നമുള്ള ആളുടേതാണ് കുഴപ്പം, അല്ലാതെ
പ്രശ്നമുണ്ടാക്കിയ ആൾക്ക് ഒരു കുഴപ്പവുമില്ല എന്നുള്ള നമ്മുടെ സാധാരണ തിയറി തന്നെയാണ് ഈ കാര്യത്തിലും നമ്മൾ ഉപയോഗിക്കുന്നത്. അത്രേ ഉള്ളൂ. തീർച്ചയായും പ്രശ്നം ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള സാധ്യത ഏതാണ്ട് 80% ഉണ്ട്. കാരണം ഇത് ഓരോ സ്ത്രീയുടെയും അനുഭവമാണ് എന്ന കാര്യം നമുക്ക് നിസ്സംശയം പറയാം. ഈ പൊതു ട്രാൻസ്പോർട്ടുകൾ ഉപയോഗിക്കുന്നവർക്കെല്ലാം എന്താണ്, നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്ത ജോലി കഴിഞ്ഞു വരുന്ന ഒരു പെൺകുട്ടിയെ എങ്ങനെ ഈ ഭൂലോകത്ത് നിന്ന് പറഞ്ഞയച്ചു എന്ന് അനുഭവമുള്ള ഒരു നാടും കൂടിയാണല്ലോ നമ്മളുടെ. എവിടെയാണ് അതിന് കുറവുണ്ടായിട്ടുള്ളത്? തലസ്ഥാന നഗരിയിൽ തന്നെ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾ എത്രയാണ് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? എത്ര സംഭവങ്ങളുണ്ട്. നടക്കാൻ പോകുന്നവരും ഒക്കെ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ പൊതു ഗതാഗത സംവിധാനങ്ങളിൽ ഇതൊരു സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ ഒരു നിരപരാധി പോലും അങ്ങനെ ഏതെങ്കിലും കെട്ടിച്ചമച്ച കാര്യത്തിൽ ജീവൻ ഒടുക്കേണ്ടി വന്നാൽ അതൊരു തരത്തിൽ നമുക്ക് അനുവദിക്കാൻ പറ്റുകയില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.